Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരി കുതിർക്കാൻ വെക്കുക അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് രാവിലെ തന്നെ എണീറ്റതിന് ശേഷം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അടിപൊളി ചട്ടണിയും കൂടി ഇതിലേക്ക് തയ്യാറാക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിരിക്കുക. ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താൽ നമുക്ക് വ്യത്യസ്തമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ള അവിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അത് നമുക്ക് ഈ അവിലൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കുതിർക്കാനായിട്ട് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അവിലും റവയും ഒക്കെ കുതിർക്കാൻ വെക്കുന്നുണ്ട്. അതൊരു 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഞാനിതൊരു 5 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ച അവിലും അതേപോലെ റവയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവിലും റവയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം സ്മൂത്തായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഉണ്ടല്ലോ, അപ്പസോഡ, അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ അവിൽ കുറച്ച് കട്ടിയുള്ളൊരു അവിലായതുകൊണ്ടാണ് ഇത് കുറച്ച് അരവ് കുറഞ്ഞത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ സ്മൂത്തായി കിട്ടിയാൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു പരുവ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ മാവ് അങ്ങോട്ട് മാറ്റി വെക്കട്ടോ. അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ജീരക എണ്ണയിലിട്ട് ഒന്നിട്ട് മൂത്ത് വന്നാൽ 1 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉഴുന്നും കൂടി ഒന്നിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് ആയതുകൊണ്ട് ഒരു 8-10 മുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ മുളക് ആണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതി കേട്ടോ. 4-5 മതി, എരിവ് കൂടും. ആ മുളക് ഒന്നിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് 2 വലിയ ഉള്ളി വലുതാക്കി അരിഞ്ഞിട്ടായാലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വലിയ ഉള്ളി ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ, അതായത് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് കൊറിയൻഡർ ലീഫ്, അതായത് ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയും വലിയുള്ളിയും ചപ്പും ഒക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി ഇതേ റെസിപ്പി വെച്ചിട്ട് ചെയ്യണ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് വന്നിട്ടുള്ളത്. ഇനി ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് കടുക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും കൂടിയും വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററി എന്തായി നോക്കാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയ ടൈമിൽ നമ്മുടെ മാവ് ഒന്നുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പതഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടി ആ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. കുറേയൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും വേണ്ട. എന്നിട്ട് ആ ഒരു കുഴിയിലോട്ട് നമുക്ക് ഈ മാവ്
മാവിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് കൊടുക്കാം. സാധാ ദോശക്കൊക്കെ എണ്ണ പുരട്ടും പോലെ തന്നെ പുരട്ടി കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കാത്തൊരു ചായക്കടിയും കൂടിയാണിത്. 2 മിനിറ്റ് ഇത് മൂടി വെച്ച് കൊടുക്കാം. കണ്ടില്ല, നല്ല പൊങ്ങിയിട്ട് ഒരു ബബിൾസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിത് ജസ്റ്റ് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കുറച്ച് ടൈം കിടന്നാൽ മതി, 1 മിനിറ്റ് ഒന്നും കിടക്കണം എന്നില്ല. എന്നിട്ട് ഞാനിത് ഒക്കെ എടുത്ത് മാറ്റുകയാണ് ഇതിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ള അവിലൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാൻ. നല്ല വെളുത്ത വെള്ള കളറുള്ള ഒരു ഉണ്ണിയപ്പം ആയിരിക്കും. ഉണ്ണിയപ്പം എന്ന് പറയാൻ പറ്റില്ല, അതൊരു മധുരത്തിലാണ്. ഉണ്ണിയപ്പം ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുക, അത്രേ ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന നമ്മൾ ഈ പ്രായം ചെന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഒന്നുകൂടെ ഇഷ്ടമാവും ഇത് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ. മോളിതിങ്ങനെ ഓരോന്നെടുത്ത് പോയി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നല്ല ബബ്ലി ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരു അപ്പം തന്നെയാണിത്. ഇനി ഇതിലേക്ക് മസ്റ്റാണ് ഈ ഒരു ചട്നി. അതിലിങ്ങനെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ അത് ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നുണ്ട് ക്ലിക്ക് ചെയ്തേക്കിട്ടോ. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം.